ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു ചിക്കൻ ബർഗർ റെസിപ്പി നോക്കിയാലോ. അതിനു വേണ്ടി ആദ്യം ഇതേപോലെ ഒരു ബർഗർ സോസ് ഉണ്ടാക്കണം. ഈ ബർഗർ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മയണൈസൊക്കെ വെച്ചാണ്. ഹോം മെയ്ഡ് മയണൈസും ബർഗർ സോസിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 5 ബ്രെഡാണ്. അത് നമ്മുടെ മിക്സിയിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ ചിക്കൻ പാറ്റീസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ പൊടിച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ്. ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയ സെയിം ജാറിലേക്ക് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഇടുന്നത് 3 ചുവന്ന മുളകാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതന്നെ അത്യാവശ്യം എരിവുണ്ടാവും. ഇനി അതിലേക്ക് 6 വെളുത്തുള്ളി ആഡ് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട്, ഹാഫ് സ്ലൈസാണ്. ആ ലെമണും ഞാൻ ഇതുപോലെ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ അരഞ്ഞാൽ മതി. ഇനി നമ്മുടെ ആദ്യം എടുത്ത് വെച്ചില്ലേ ബോൺലെസ് ചിക്കൻ, ആ ബോൺലെസ് ചിക്കൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ ഞെക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. എന്നാലാണ് നമുക്ക് ആ പാറ്റീസ് എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടുകയുള്ളൂ. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഉള്ളിയും ബാക്കിയുള്ള മസാലയൊക്കെ ബോൺലെസ് ചിക്കനിലേക്ക് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കി പകുതിയും കൂടെ ആ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതും ഒന്ന് പൾസ് ബട്ടൺ ഞെക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അത് ഈ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത മിക്സ്ചറിലേക്ക് ഇട്ട് ആ ഉള്ളിയും മുളകും അതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ എല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ആവാൻ വേണ്ടി കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യണം. ഒരു എഗ്ഗാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു മിക്സ്ചർ. ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം എരിവൊന്നുമില്ല, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്പൈസ് ലെവൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും സോയാ സോസൊക്കെ ഒന്ന് നമ്മുടെ മിക്സ്ചറിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കാനാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇടണം, കാരണം സോയാ സോസിലും ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ഇടുക. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇടുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ആ ഉപ്പൊക്കെ ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി കുറച്ചായിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുക. നമ്മുടെ ഈ ചിക്കൻ പാറ്റീസിൻ്റെ മിക്സ്ചർ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നത് വരെ നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഗ്രാജുവലി കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കുക. നമുക്ക് മനസ്സിലാവും ഏകദേശം ആ ഒരു കുഴയ്ക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. അത് ഒന്ന് ആ മോയ്സ്ചറൊക്കെ മാറി നമ്മൾ കറക്റ്റ് ഒരു ഡോവിൻ്റെ ഫോമിൽ വരുന്ന പോലെ, നമുക്ക് മാവൊക്കെ കുഴയ്ക്കുമ്പോൾ വരില്ലേ, അതേപോലെ ആവുന്ന പോലെ മനസ്സിലാവും. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഈക്വൽ പോർഷൻസ് ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്കൊരു 4 ചിക്കൻ പാറ്റീസിനുള്ള ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ അടുത്തൊരു കുക്കി കട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് ഈക്വലായിട്ട് ഒരേപോലെ പരത്തുകയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ കയ്യിൽ പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കയ്യിൽ വെച്ചിട്ട് കട്ട്ലറ്റിനൊക്കെ നമ്മൾ പരത്തുന്ന പോലെ ഇതേപോലെ ഏകദേശം പരത്തിയെടുക്കുക. 4 എണ്ണവും ഞാൻ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി പാറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുക്കുക. അതിലേക്ക് കുരുമുളക് പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച പാറ്റീസ് ഇല്ലേ,
അത് ഫ്രൈ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ആദ്യം ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിൽ ഓരോ പാറ്റീസും ഇതേപോലെ കോട്ട് ചെയ്യുക. ഇനി മുട്ടയുടെ മിക്സ്ചറിലേക്ക് അതിനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് കോട്ടാവണം. അങ്ങനെ 4 ചിക്കൻ പാറ്റീസും ഞാൻ ഇതേപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഓരോ പാറ്റീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓർക്കുക, ഹൈ ഫ്ലെയിമിലിടരുത്. കാരണം നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ച് കോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും മുകൾ ഭാഗം, ഉള്ളിൽ വേവില്ല. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് 2 സൈഡും വേവിച്ചെടുക്കണം. രണ്ട് സൈഡും തിരിച്ചിട്ട് വേവിച്ചതിന് ശേഷം ഒരു അത്യാവശ്യം വേവുന്ന സമയത്ത് ആ ചൂടോടെ അതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ചീസ് മെൽട്ടായിക്കോളും തന്നെ. ഇനി നമുക്ക് ചിക്കൻ ബർഗർ അസംബിൾ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ബർഗർ ബൺ എടുക്കുക, അതിന് നടുക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ താഴത്തെ സ്ലൈസിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലേ ബർഗർ സോസ്, ആ സോസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ വയ്ക്കാം. ഇവിടെ ഇപ്പം ഞാൻ കുക്കുംബറാണ്, സാലഡ് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ പാറ്റീസ് വിത്ത് ചീസ്, പിന്നെ ടൊമാറ്റോസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒണിയൻ വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. മാക്സിമം വെജീസ് നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി മുകളിലത്തെ ബർഗർ ബണ്ണിലും ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക സോസ്, എന്നിട്ട് കവർ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്